ഇതൊക്കെ ഈ ഇവിടുത്തെ ഓരോ സ്ഥാപനങ്ങളിൽ നിന്നും ഓരോ വ്യക്തികളിൽ നിന്നും ഏറ്റവും കൂടുതൽ പണം മേടിക്കുന്ന ഏത് പാർട്ടിയാണെന്ന് നമുക്കൊക്കെ അറിയാം, എനിക്കും അറിയാം. അത് കഴിഞ്ഞിട്ട് വെറുതെ ഈ ഇത്തരത്തിലുള്ള കള്ളപ്രചരണവും പുകമറയായിട്ടൊന്നും നടന്നിട്ട് യാതൊരു കാര്യവുമില്ല. എങ്ങനെ? എനിക്കറിയത്തുമില്ല, അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് അറിയത്തുമില്ല. ഞാൻ തെരഞ്ഞെടുപ്പിൽ വിളിച്ചിരിക്കുമ്പം തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയാണ്. വ്യക്തിപരമായി ഞാൻ ആരോടും പണം ചോദിക്കാറില്ല. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് സഹായിക്കുന്ന ആളുകളെ സഹായിക്കുമ്പോൾ സഹായം സ്വീകരിക്കും. അതെല്ലാ സ്ഥാനാർത്ഥി അങ്ങനെയല്ലേ? അങ്ങനെ അല്ലാതെ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയുടെ പേരിങ്ങ് പറഞ്ഞത്. ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പിൽ ആരുടെയല്ല ഞാൻ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ചെലവഴിക്കുമെന്ന് പറഞ്ഞ് ഇവിടെ ഈ 140 അസംബ്ലിയിലോ 20 പാർലമെൻറ്റിലോ മത്സരിക്കുന്നുണ്ടോ? സ്വീകരിക്കും. ഞങ്ങളതിൻ്റെ കണക്ക് കൊടുക്കും. അതിൻ്റെ രേഖാമൂലമായ കണക്കും ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതല്ലേ അതിൻ്റെ ശരി? അല്ല, അത് ഭീമമാണോ ചെറുതാണോ എന്നുള്ളതൊക്കെ അത് നിങ്ങൾ പറയുന്നതല്ലല്ലോ. അതെ, അല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൃത്യമായ കണക്കുകൾ കൊടുത്തിട്ടുണ്ട്. എല്ലാം ഉണ്ട്. അല്ലല്ല, അത് അല്ലേ കേക്ക്. തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് നൽകിയ കണക്കുകൾ കൃത്യമാണ്. അതിലൊരു മാറ്റവും ഇല്ല. അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതത്ര എനിക്ക് അക്കാര്യത്തിൽ പറയാനുള്ളൂ. അല്ല, അതൊക്കെ എനിക്ക് അതേക്കുറിച്ചൊന്നും അത്ര ഓർമ്മയില്ല. ഒത്തിരി സമയമായില്ലേ? അല്ലല്ലല്ല, നിയമം അത് വരുമ്പോൾ അറിയാമല്ലോ. അന്നേരം നമ്മൾ നോക്കുമല്ലോ. അത് കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഇങ്ങനെ UDF-ലായിരുന്ന സമയത്താണ് സഹായിച്ചപ്പോൾ LDF-ലായപ്പോൾ അയാളെ കുത്തി ഇളക്കി കൊണ്ടുവന്ന് ഇതുപോലൊരു ആരോപണം പറയിച്ചത് എൻ്റെ പിന്നിൽ എന്നാന്നുള്ള നിങ്ങളൊക്കെ അങ്ങനെ ചിന്തിച്ചോണ്ടാ മതി. എങ്ങനെ? അല്ലേ, തന്ത്രി ആരോപണം ഇപ്പം 2 ദിവസം കഴിയുമ്പോൾ തന്നെ കുറ്റപത്രം ഇത് വരുമല്ലോ. അപ്പോൾ അതിൽ പ്രകടമാവുമല്ലോ. അപ്പം പിന്നെ ഒരു വ്യക്തിയെ തേജോവധം ചെയ്യാൻ വേണ്ടി പച്ചയായി ആരോപണം ഉന്നയിച്ച് അവഹേളിച്ചതാണോ എന്നുള്ളത് അതിൽ വരും. അതിൽ അന്വേഷണത്തിൽ കാര്യങ്ങൾ വരുമല്ലോ. വരുമ്പോൾ ഈ പറയുന്ന പച്ചക്കള്ളമാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അന്നേരം അതിൻ്റെ ഭാര്യയിൽ തീരുമാനിക്കും. പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സന്തോഷം. കേട്ടോ, എൻ്റെ കൂടെ ഇഷ്ടം പോലെ ആളുകൾ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇന്നിപ്പം രാവിലെ ഒരു 10-20 പേർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നാളെ ആരെങ്കിലും കേസിൽ പെടുന്നവരുണ്ടോ എന്ന് അറിയാൻ എനിക്കറിയില്ല. ഞാനിത് 2013 കാലഘട്ടങ്ങളിലാണ്. 2013 ഫോട്ടോ, സോണിയാഗാന്ധിയുടെ ചെറുപ്പത്തിലെ ഫോട്ടോയാണ് കേട്ടോ. അത് ഞാൻ അവരെ കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഒരു ടീം വരുന്നുണ്ട്. അന്നത്തെ പ്രയാർ കോർപ്പറേഷൻ കൂടെ 2-3 ആളുകളും വരുന്നുണ്ട്. എനിക്കിതാരാണെന്ന് അറിയില്ല. അപ്പോൾ ശബരിമല എന്നുള്ള ആളാണ് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ ശബരിമല എന്നുള്ള MP അല്ല, ഞാൻ കൂടെ കയറി നിന്ന് ഫോട്ടോയ്ക്ക്, അത്രേ ഉള്ളൂ. ഇയാളാ പോറ്റിയെന്നും എനിക്കറിയത്തില്ല. ഈ 8-10 വർഷങ്ങൾക്ക് ശേഷമാണ് ആ ഫോട്ടോയാണ് ഈ പോറ്റി എന്നുള്ള അറിയുന്നത്, അത്രേ ഉള്ളൂ. എങ്ങനെ? അത് ഇന്ത്യയിലെ അവിടെ അദ്ദേഹം മാത്രമല്ല, അതെനിക്ക് കൃത്യമായിട്ട് പറയാം. ഇന്ത്യയിലെ മുഴുവൻ പ്രധാനപ്പെട്ട കമ്മ്യൂണിറ്റിയുടെയും ആരാധനാലയങ്ങളിൽ നിന്ന്, ക്ഷേത്രങ്ങളിൽ നിന്ന്, പള്ളികളിൽ നിന്ന്, മസ്ജിദുകളിൽ നിന്ന്, ഇന്ത്യയിലെ വിവിധ മതങ്ങളിൽപ്പെട്ട ഡെലിഗേഷൻസ് അവരൊക്കെ ഡൽഹി വരുമ്പോൾ ആദ്യം ശ്രമിക്കുന്ന ഒരു അപ്പോയിൻമെൻറ്റ് സോണിയാഗാന്ധിക്ക് കിട്ടുമെന്നുള്ളതാണ്. അത് ഇന്ദിരാഗാന്ധി ഉള്ള കാലത്ത് എല്ലാ ദിവസവും രാവിലെ 9 മണിക്ക് ഈ ആളുകളെ കാണാൻ വേണ്ടി ഒരു ടൈം വെച്ചിരുന്നു. സോണിയാഗാന്ധി ഉള്ളപ്പോൾ അപ്പോയിൻമെൻ്റ് എടുത്ത് ആർക്കും കാണാം. അത് കാണാത്ത ആരെങ്കിലും ഉണ്ടോ? ഈ കേരളത്തിൽ ഏതെങ്കിലും കമ്മ്യൂണിറ്റിപ്പെട്ടവർ അവിടെ ചെന്ന് ഡൽഹിയിൽ ചെന്ന് സോണിയാഗാന്ധിയെ കാണാത്ത ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റി ഉണ്ടോ? ഇന്ത്യയിൽ എല്ലായിടത്തും പോകും. കാരണം അതൊരു മതനിരപേക്ഷതയുടെ പ്രതീകമാണ്, മതേതരത്വത്തിൻ്റെ പ്രതീകമാണ്. ഇന്ത്യ എല്ലാ ജാതിയിലും മതത്തിലും പെട്ട ആളുകൾക്കുള്ളതാണ് എന്നുള്ള ഉറച്ച വിശ്വാസമുള്ള ഒരു നേതാവാണ് സോണിയാഗാന്ധി. ആ നേതൃത്വമാണ് രാജീവ് ഗാന്ധിയുടെ കാലത്തും ഇന്ദിരാഗാന്ധിയുടെ കാലത്തും പണ്ഡിറ്റ് ജവഹർലാലിൻ്റെ കാലത്തും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഇന്ത്യയിലുള്ള ഏത് കമ്മ്യൂണിറ്റിപ്പെട്ട ആൾ ചെന്നാലും ഡൽഹി ചെല്ലുമ്പം ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടുമെന്ന് ചോദിക്കും. കാണാൻ തരപ്പെടുമെങ്കിൽ കാണും. അവർക്ക് രോഗം വന്നതിന് ശേഷമാണ് ഇപ്പോൾ ഇച്ചിരി അപ്പോയിൻമെൻറ്റ് കുറഞ്ഞിരിക്കുന്നത്. നേരത്തെ അങ്ങനെയല്ല, നേരത്തെ എല്ലാവരെയും കാണുമായിരുന്നു. അപ്പം രോഗത്തിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ട് അങ്ങനെ ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയുണ്ട്. അത് അവർക്ക് ഒരു ഗുരുതരമായ രോഗത്തിൻ്റെ ബാധയിലാണെന്നുള്ളത് നിങ്ങൾക്കെല്ലാം അറിയാം. എന്തോ എന്തിനാ എന്നോട് ചോദിക്കുന്നത്?
അല്ല അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിയോട് ചോദിച്ചിട്ട് എന്നോട് ചോദിക്കാൻ പറ. അല്ല മുഖ്യമന്ത്രിയുടെ കൂടെ അല്ലേ ഏറ്റവും കൂടുതൽ ഫോട്ടോ കേട്ടോ. അല്ലല്ല അത് അതിന് പ്രകാശനോട് ചോദിക്കുന്നതിന് മുമ്പും ഈ ഇൻഫർമേഷൻ എല്ലാം ഉള്ള മുഖ്യമന്ത്രിയോടായിരുന്നു ചോദിക്കേണ്ടത്. അത് ചോദിക്കാതെ പ്രകാശനോട് ചോദിച്ചിട്ടുള്ള പ്രതിഷേധം എനിക്കുള്ളൂ. അത് മാത്രമേ ചെലവഴിച്ചിട്ടുള്ളൂ. അത് നിങ്ങളല്ലേ പറയുന്നത്, ഞാൻ പറഞ്ഞില്ലല്ലോ. അത് അത് ആരൊക്കെ വഴി നിൽക്കുന്ന ആർക്കും ഇപ്പൊ ഇടതുമുന്നണി നിൽക്കുന്ന ഒരു നേതാവാണ് കേട്ടോ. നമ്മളെ രാഷ്ട്രീയമായിട്ട് കേട്ടോ കേക്ക് നിങ്ങളെന്ന് ഇടയ്ക്ക് ഞാൻ പറയാതിരിക്കും. അദ്ദേഹം ഈ ആരോപണം ഉന്നയിക്കുന്നവരൊക്കെ ഇടതുമുന്നണിയിൽ CPM മുന്നണി നിൽക്കുന്ന ആളുകളാണ്. അവർക്ക് ആരോപണങ്ങൾ ഇങ്ങനെ ഉന്നയിച്ചുകൊണ്ടേ ഇരിക്കണം. വസ്തുനിഷ്ഠമായി പറയേണ്ടത് ഞാനാണ്. എനിക്ക് പറയാനുള്ള പറഞ്ഞു, കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. അതെല്ലാം പറഞ്ഞല്ലോ, അതെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു. ഇനി അതിന് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനൊരു നിയമപരമായ നടപടി സ്വീകരിക്കാം. അപ്പൊ അതിന്റെ കൗണ്ടർ ഞാൻ കൊടുത്തോളാം പറഞ്ഞു. അതല്ലാതെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ. നമ്മൾ തമ്മിൽ ഒരു മറയിൽ, നമ്മളൊക്കെ വളരെ അടുത്ത സുഹൃത്തുക്കളല്ലേ, ഒരു മറയില്ലല്ലോ. ഉള്ളതെല്ലാം ഞാൻ പറഞ്ഞല്ലോ, ഒരു കുഴപ്പമില്ല. ഇല്ല അതല്ല പറഞ്ഞല്ലോ, കിട്ടിയത് കൊടുത്തു എന്ന് പറഞ്ഞല്ലോ. അല്ല അത് പറഞ്ഞല്ലോ, അത് പറഞ്ഞു, അത് തിരിച്ചും കൊടുത്തു. ഇനി അതേ സംബന്ധിച്ച് എന്തെങ്കിലും കിട്ടാനുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങേർക്ക് രേഖാമൂലമായി നിയമപരമായി പരാതി കൊടുക്കാം. ആ പരാതിക്ക് അടിസ്ഥാനമായിട്ട് നിയമപരമായിട്ട് കാര്യങ്ങൾ നീങ്ങും. അത്രേ ഉള്ളൂ. പിന്നെ തിരിച്ചു ചെല്ലുമ്പോൾ നിങ്ങൾ കൈരളിയുടെ ആളല്ലേ, ചെല്ലുമ്പം CPM ഓഫീസ് ചെന്ന് പുള്ളി എത്ര തന്നിരുന്നു എന്നൊന്നും ചോദിക്കണം. എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാനത് ഇവിടെ പരസ്യമായിട്ട് പറയുന്നില്ല കേട്ടോ, അത് പറയുന്നില്ല. അതുകൊണ്ട് എല്ലാ പാർട്ടിക്കാർക്കും പൈസ കൊടുക്കുന്ന ആളായിരുന്നു അദ്ദേഹം. UDF കാരനായിരുന്നെങ്കിലും അന്ന് UDF ആയിരുന്നു, ഇപ്പൊ LDF ആയിരുന്നു. അന്ന് എല്ലാ പാർട്ടിക്കും കൊടുത്തിട്ടുണ്ട്, എല്ലാ പാർട്ടിയും മേടിച്ചിട്ടുണ്ട്. അതൊക്കെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് കൂടുതൽ സംസാരിക്കില്ല കേട്ടോ. അത്രേ ഉള്ളൂ. അപ്പൊ ആയിക്കോട്ടെ, എല്ലാവർക്കും സന്തോഷം. വന്നതിലും അന്വേഷിച്ചതിലും കാര്യങ്ങൾ തിരക്കിയതിനുള്ള നന്ദി. ഓക്കെ.